ശരിക്കും ജീവിതം മാറ്റിമറിക്കുന്നത് മകന്റെ ജനനത്തോടെയായിരുന്നു. അതെ അതെ, സെറിബ്രൽ പൾസി എന്ന് പറയും അവൻ്റെ അസുഖം. എൻ്റെ മുഖത്തിന് അതിശക്തമായ ഒരു വേദന. സൈക്കിളുകാരൻ എൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാനും പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു കാഴ്ച പെട്ടെന്ന് പോയി. എല്ലാവരും 65 വയസ്സായിട്ട് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയും കണ്ണിൻ്റെ അസുഖത്തിന്. അതിന് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. സർജറി ചെയ്തിട്ടും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. മോൻ്റെ ഇത് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കാന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങിയ സമയത്ത് എൻ്റെ കണ്ണിൻ്റെയും കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കരക്കി കയറി കണ്ണടച്ച് പിടിച്ച് കത്തി കൊണ്ടരിഞ്ഞ് നോക്കി. അന്നേ ചേച്ചി ചെയ്തു വെച്ചു. അതായത് കാഴ്ച പോകുമ്പോ എങ്ങനെ ജീവിക്കും എന്ന് കണ്ണിന്റെ കാഴ്ച സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ജോലികളും തന്നെ 2011 ആയപ്പോൾ തന്നെ എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഇപ്പം 14 വർഷമായി കാഴ്ച പോയിട്ട്. അതെ അതെ. എന്നിട്ട് എന്താ ചെയ്തു തുടങ്ങിയത്? ഞാൻ ഒരു ദിവസം വീട്ടിൽ വെറുതെ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം ഒരു സ്റ്റൗ മേടിച്ചു. അളവ് കൂട്ടിപ്പോൾ ഒരു സ്റ്റാഫിനെയും കൂടെ ആക്കി ഒരു ദിവസം ഒരു 60 കിലോയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ടായി. ആഴ്ചയിൽ ഒരു 3 ദിവസം 1000 കിലോ നെയ്യപ്പം. വലിയൊരു ടാസ്ക് ആണ്. എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനോടൊക്കെ ചോദിച്ചു നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കാം. അവർ പറയുന്നത് നടക്കുന്ന കാര്യമല്ല ചേച്ചി, പാടാ. 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ ശരിക്കും വലിയൊരു വഴിത്തിരിവായിട്ടത് മാറി എന്ന് പറയാവേ. നെയ്യപ്പത്തെ തുടങ്ങി ഇപ്പോൾ ഒരു 25ഓളം പ്രോഡക്റ്റ് പൊടികളുടെ ഐറ്റമായിട്ട് ചേച്ചി ചെയ്യുന്നുണ്ട്. പക്ഷേ ചേച്ചിയുടെ ഈ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നതാണെങ്കിലും ആത്മഹത്യ ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ ഞാനും മുന്നോട്ട് തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. ചേച്ചി ചിരിച്ചോണ്ടാ സംസാരിക്കുന്നെങ്കിലും കേൾക്കുന്ന ഒരാളുടെ കണ്ണ് നിറയ്ക്കുന്ന കഥയാണ് ചേച്ചിയുടെ. നമ്മളെ പിന്നീട് ആൾക്കാർ കാണുമ്പോൾ നമ്മൾ പുറകോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ഭാവമല്ലാതെ നമുക്ക് മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ഒരു മനസ്സിൽ ഞാനിപ്പോഴും പറയും നമ്മളെല്ലാ കാര്യത്തിലും ഒരു മടി വിചാരിച്ച് നടക്കിയാലും നമ്മുടെ മനസ്സിലോട്ട് വെച്ച് കഴിഞ്ഞാൽ